അയാളെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് അമേരിക്കൻ ഗവൺമെന്റ് ഏകദേശം $15 മില്യൺ ആയിരുന്നു 2024 പാരിതോഷികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 100 കോടി രൂപയിലും അധികം. പറഞ്ഞു വരുന്നത് ലോകത്തു നിന്നും ജീവിച്ചിരിക്കുന്ന ഏറ്റവും അപകടകാരിയായ മയക്കുമരുന്ന് സാമ്രാജ്യങ്ങളുടെ നേതാക്കന്മാരിൽ ഒരാളെ കുറിച്ച്. അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സിന്തറ്റിക് ഡ്രഗ്സ് ഒഴുക്കിവിടുന്ന ജാലിസ്കോ ന്യൂ ജനറേഷൻ എന്ന ഡ്രഗ് കാർട്ടലിന്റെ നേതാവിനെ കുറിച്ച്. പേര് എൽ മാഞ്ചോ. 1966 ജനിച്ച എൽ മാഞ്ചോ 1980കളിലായിരുന്നു കുറ്റകൃത്യങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തുന്നത്. ആദ്യം തന്നെ അമേരിക്കയിലേക്ക് ഇല്ലീഗൽ മൈഗ്രേഷൻ, പിന്നീട് അയാളുടെ യാത്ര ചെറിയ കുറ്റകൃത്യങ്ങളിലൂടെയായി. ആ യാത്രയിൽ നിന്ന് മയക്കുമരുന്ന് സാമ്രാജ്യത്തിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും അയാൾ പടുത്തുയർത്തി. 1990കളിൽ സിന്തറ്റിക് ഡ്രഗ്സുമായിട്ട് ബന്ധമുള്ള പല കേസുകളിലായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ജയിൽവാസം, പിന്നീട് മെക്സിക്കോയിലേക്ക് വീണ്ടും നാട് കടത്തുന്നു. പിന്നീട് അങ്ങോട്ട് മെക്സിക്കോയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒഴുക്കായിരുന്നു എൽ മാഞ്ചോന്റെ വഴി. വർഷങ്ങൾക്ക് ശേഷം 2010 CJNG അഥവാ ജാലിസ്കോ ന്യൂ ജനറേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ തലവനായി മാറുന്നു. 2010 മുതൽ 15 വരെയുള്ള വർഷങ്ങളിൽ ജാലിസ്കോ ന്യൂ ജനറേഷൻ എന്ന മയക്കുമരുന്ന് സാമ്രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വയലന്റ് കാർട്ടലായി മാറിയിരുന്നു. പോലീസും ആർമിയും ഒന്നും തന്നെ ഈ ഒരു മയക്കുമരുന്ന് സാമ്രാജ്യത്തിന് ഒരു വിഷയമായിരുന്നില്ല. ശേഷം 2015 മെക്സിക്കൻ ആർമിയുടെ ഹെലികോപ്റ്റർ CJNG എന്ന ഡ്രഗ് കാർട്ടിൽ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇത് ആ രാജ്യത്തെയും അവിടെ താമസിക്കുന്ന ആളുകളിലേക്കും ഈ ഒരു ഗ്രൂപ്പിനോടുള്ള പേടി വർദ്ധിപ്പിക്കാൻ ഇടയായി. 2017 മുതൽ 19 വരെയുള്ള വർഷങ്ങളിൽ അമേരിക്കൻ ഗവൺമെന്റ് എൽ മാഞ്ചോനെ മോസ്റ്റ് വാണ്ടഡ് ഡ്രഗ് കിങ് പിൻസ് എന്ന ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് അമേരിക്കൻ ഗവൺമെന്റും മെക്സിക്കൻ ഗവൺമെന്റും ഒക്കെ എൽ മാഞ്ചോന് വേണ്ടി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. സിന്തറ്റിക് ഡ്രഗ്സ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒഴുക്കിയും എൽ മാഞ്ചോ സമ്പാദിച്ചത് ഏകദേശം $1 ബില്യൺ അധികമാണ്. CJNG അഥവാ ജാലിസ്കോ ന്യൂ ജനറേഷൻ ഡ്രഗ് കാർട്ടിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല, ഡ്രഗ് ട്രാഫിക്കിംഗ്, എക്സ്ട്രോഷൻ, മണി ലോണ്ടറിംഗ് എല്ലാം തന്നെ ജാലിസ്കോ ന്യൂ ജനറേഷന്റെ പരിധിയിൽപ്പെട്ടതായിരുന്നു. 2020 ശേഷം എൽ മാഞ്ചോവിനെ കുറിച്ച് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ആരോഗ്യനില വളരെ മോശമാണ് എന്നാണ്. എന്നിട്ട് പോലും ഒരു ഗവൺമെന്റിനും അയാളെ തൊടാൻ കഴിയുന്നില്ല. ഇനിയും ഒരുപാടാണ് ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടിനെ കുറിച്ചും എൽ മാഞ്ചോവിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു. താങ്ക് യു.